നീക്കവും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെയാണ്. ഇസ്രയേലിനും അമേരിക്കയും ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് ആരോപിച്ചാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കും ഉദ്യോഗസ്ഥർക്കും ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോടതിക്ക് മോശം പെരുമാറ്റമാണെന്ന് ആരോപിച്ച ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര കോടതിക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്നും ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. ഇസ്രയേലിനെതിരെയുള്ള അന്താരാഷ്ട്ര കോടതിയുടെ അന്വേഷണമാണ് ഇതിന് കാരണമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രയേലും തിരിച്ചടിച്ചിരുന്നു. ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾ, കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി അമേരിക്കയ്ക്കും തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിനുമെതിരെ നിയമവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അടിസ്ഥാനരഹിതമായ അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് കോടതി അതിന്റെ അധികാരം ദുരുപയോഗം ചെയ്യുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട്. ICCക്ക് അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ മേൽ അധികാരമില്ലെന്നും ഉത്തരവിൽ പറയുന്നു. കൂടാതെ അന്താരാഷ്ട്ര കോടതി അതിന്റെ നടപടികൾ അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. നെതന്യാഹു വാഷിംഗ്ടണിൽ ഉള്ളപ്പോഴാണ് ട്രംപ് ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ഇരുവരും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് വ്യാഴാഴ്ച നെതന്യാഹു നിയമസഭാ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നടപടികൾക്ക് ഉത്തരവാദികളായവർക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. സ്വത്തുക്കൾ മരവിപ്പിക്കുക, ICC ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുക തുടങ്ങിയ നടപടികൾ ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ട്രംപിന്റെ ഈ നീക്കം കോടതിയുടെ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തുകയും മറ്റ് അന്താരാഷ്ട്ര കേസുകളിലെ അമേരിക്കൻ ശ്രമങ്ങൾക്ക് വിരുദ്ധമാവുകയും ചെയ്യുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഇരകൾക്ക് മറ്റെവിടെയും പോകാൻ കഴിയാതെ വരുമ്പോഴാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്ക് എത്തുന്നത്. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് അവർക്ക് നീതി ലഭിക്കുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടാകുമെന്നും അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ നേതാവ് ചാർലി ഹോഗിൻ പറയുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്ത അതിക്രമങ്ങൾ തിരിച്ചറിയാനും അന്വേഷിക്കാനും കോടതിയെ സഹായിക്കുന്നതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആളുകളെ കഠിനമായ ശിക്ഷകൾക്ക് വിധേയമാക്കുന്നതിനാൽ ഉത്തരവ് ഗുരുതരമായ 1ാം ഭേദഗതി ആശങ്കകളും ഉയർത്തുന്നുണ്ട്. ഉത്തരവാദിത്തത്തിനും സ്വതന്ത്രമായ ആവിഷ്കാരത്തിനും എതിരായ ഒരു ആക്രമണമാണ് ഉത്തരവെന്ന് ഹോഗിൽ കൂട്ടിച്ചേർക്കുന്നു. അമേരിക്ക ഒരിക്കലും ICCയിൽ അംഗമായിട്ടില്ല. ICC തടവിലാക്കുന്ന അമേരിക്കക്കാരനെയോ സഖ്യകക്ഷിയിലെ അംഗങ്ങളെയോ മോചിപ്പിക്കാൻ US സൈന്യത്തെ അനുവദിക്കുന്ന ഒരു നിയമം US 2002 പാസാക്കിയിരുന്നു. 2020 അഫ്ഗാനിസ്ഥാനിലെ യുദ്ധക്കുറ്റങ്ങൾ അമേരിക്ക നടത്തിയവ ഉൾപ്പെടെ അന്വേഷിക്കാൻ തുടങ്ങിയതിന് മുൻ ചീഫ് പ്രോസിക്യൂട്ടർ ഫാറ്റു ബെൻഡൂദിക്കെതിരെ ട്രംപ് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആ ഉപരോധങ്ങൾ പിൻവലിക്കുകയായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ യുക്രൈനിലെ യുദ്ധക്കുറ്റങ്ങൾക്ക് ICC കുറ്റം ചുമത്തിയതിനു ശേഷം അമേരിക്ക അന്താരാഷ്ട്ര കോടതിയുമായി പരിമിതമായ സഹകരണം ആരംഭിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയുടെ ഉപരോധങ്ങൾ ICC അന്വേഷകർക്ക് യാത്ര ചെയ്യാനും തെളിവുകൾ സുരക്ഷിതമാക്കാനും US സാങ്കേതികവിദ്യ ഉപയോഗിക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കും. കഴിഞ്ഞ വർഷം ICC ഒരു സൈബർ ആക്രമണം നേരിടുകയും ചെയ്തിരുന്നു. അത് ആഴ്ചകളോളം ഫയലുകളിലേക്കുള്ള ആക്സസ് തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.